ഇപ്പോഴും നല്ല ഒരു കാലത്തും മുറിവാറാത്ത വണ്ണം നാടിന്റെ സെക്യുലർ ശരീരത്തെ കുത്തിക്കീറി തെക്കുവടക്ക് ജാഥകളെന്ന മട്ടിൽ 4 വോട്ടിന് മനുഷ്യരെ നാനാവിധമാക്കി അങ്ങേയറ്റത്തെ ധ്രുവീകരണത്തിന് നാശം പിടിച്ച രാഷ്ട്രീയം വിഷവാതകം മട്ടിൽ ആഞ്ഞു നാറുന്ന ഒരു വല്ലാത്ത കാലത്ത് രാഷ്ട്രീയ മേലാവി ശ്രദ്ധയിലേക്ക് അധികം വരാത്തൊരു വാർത്തയാണ്. ആരും കൊതിക്കുന്ന ശാന്തിയും സമാധാനവും ജീവിക്കാൻ കഴിയുന്നിടമായി കേരളം മാറി എന്ന ആഭ്യന്തര വകുപ്പിന്റെ തലവൻ നാടിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ് നാക്കുവായിലേക്ക് ഇടുന്നതിന് മുൻപാണ് ആ കേൾപ്പോരും കഴിയുമില്ലാത്ത ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒന്നും കൂടെയില്ലാത്ത പെൺകുട്ടി പറയുന്ന ഭാഷ അവാന്തര ഹിന്ദിയോ ഭോജ്പുരിയോ അല്ല, മലയാളമാണ്. UP അല്ല, ബീഹാർ അല്ല. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ മുജ്ജന്മ സുഹൃത കേരളത്തിലെ തിരുവല്ല എന്നൊരു സ്ഥലത്താണ് ഒരു സ്ഥാപനത്തിലേക്ക് 6 അടി നീളത്തിൽ 6 പേപ്പട്ടികൾ എരിച്ചു കയറി ഒരു പെൺകുട്ടിയോട് കാട്ടിയ തെമ്മാടി പണി. ഗൂണ്ടാപ്പിരിവ് കൊടുക്കാത്തതിനാണ്. വായിൽ തോന്നി തെറികളും പോരാൻ ഇഴച്ചു വലിച്ചു കൊണ്ടുപോയി തൊണ്ടക്കുഴിയിലെ കത്തിമുനമ്പിൽ മാരക റേപ്പ് മാത്രമാണോ? ചെവിക്കല്ല് തീർത്ത് മാറി മാറി മർദ്ദനം, കൈപിരിച്ചൊടിക്കൽ, ബലാത്സംഗ ചിത്രീകരണം, ഗൂണ്ടകളുടെ കെണ്ടക്കാലന്മാരുടെ പൂണ്ടുവളയാട്ടം ഈ ഡംബ് പറയുന്ന 1-ാം നമ്പർ കേരളത്തിലാണ്. ആവർത്തന കുറ്റങ്ങൾ, കൊലപാതക പരമ്പരകൾ, ചോര വാർത്തകൾ, കൊട്ടേഷൻ റേപ്പും അല്ലാത്ത റേപ്പും കേട്ടുകേട്ട് അറപ്പുമാറി നമ്മളാരെങ്കിലും ഞെട്ടിയോ? ഇല്ല. ആരുടെയും ഹാഷ്ടാഗ് അവൾക്കൊപ്പമില്ല. വടക്കോട്ട് നോക്കിയ സർക്കാർ വിലാസം സാംസ്കാരിക നായകരെ കാണുവാനേ ഇല്ല. ഏതോ കാലത്തെ ബന്ധങ്ങളും പൊക്കിപ്പിടിച്ച് കോൾ ഔട്ട്, കൺസെന്റും മാനിപ്പുലേഷനും പറയുന്ന FB ആക്ടിവിസ്റ്റുകളുടെ അക്കൗണ്ടിൽ പൂച്ചപറ്റ് കിടപ്പാണ്. അഷ്ടിക്ക് വകയില്ലാത്ത ആ പാവത്തിൽ ഇഞ്ചപ്പരുവത്തിൽ ഇൻഫെക്ഷനും ശരീരവേദനയും ബാക്കി. ഈ നരാധമന്മാരുടെ കയ്യിൽ നിന്നും നാറിയ പണവും വാങ്ങി അഴിഞ്ഞാട്ടത്തിന് കോട്ട കെട്ടുന്ന ഈ കാക്കിപ്പട തന്നെയാണെന്ന് പൂച്ചം രഹസ്യമല്ല സാർ, IB റിപ്പോർട്ടാണ്. അങ്ങാടിപ്പാട്ട്, ബ്ലേഡ് മാഫിയ ബന്ധം, ഭൂമാഫിയ ബന്ധം. ഏതോ ഗുണ്ടാ തലവന്റെ കള്ളുകുടി പാർട്ടിക്ക് പോയി റെയ്ഡ് വന്നപ്പോൾ കക്കൂസിൽ കയറി ഒളിച്ചതൊരു DYSP. പറഞ്ഞുകളയല്ലേ, അലുത്തുപോകും പോലീസിന് മനോവീര്യം. ആ കാളകൂട കേസുകളുടെ എണ്ണം 11ആണ്. കാപ്പടിച്ച് നാട് കടത്തിയൊരുത്തൻ പിന്നെയും ഇറങ്ങി പട്ടാപ്പകൽ ആളെ കൂട്ടി വന്ന് പെണ്ണുങ്ങളെ റേപ്പാണെങ്കിൽ കേരള പോലീസെ നീ ഒരു പുല്ലും ചെയ്യില്ല എന്ന അവന്റെ പ്രഖ്യാപനം സംവിധാനത്തിന്റെ പരാജയമാണ്. സിസ്റ്റം കൊളാപ്സ് ആണ്, ദുരന്തമാണ്, മഹാദുരന്തം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ജോർജ് ജോസഫ്, ശ്രീ മോഹൻ റോയ്, സുമേഷ് വള്ളിക്കുന്ന്, ശ്രീമതി ധന്യാരാമൻ എന്നിവർ ചർച്ചയിൽ. അതിനു മുമ്പ് ആ പെൺകുട്ടി ഒരു പാവം കുട്ടിയാണ്. കുട്ടിയുടെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്, സാധുക്കളാണ്. 1-ാം നമ്പർ കേരളത്തിൽ പട്ടാപ്പകൽ നേരിട്ട അതിക്രമം ആ കുട്ടി പറയുന്ന ഒന്നുകൂടി ഒന്ന് വിശദമായി കേൾക്കണം. ഡോർ അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം ചെന്ന് നിന്നത് ഭിത്തിയറമ്പിലാണ്. ഭിത്തിയറമ്പിലോട്ട് ചെന്ന് നിന്നത് ഇവൻ 2 കൈയും കൂടെ ഭിത്തിയറമ്പിലേക്ക് നിന്ന് ഒരു ഗുണ്ടേനെയും കൂടെ പിടിച്ച് അവനെയും കൂടെ കൂട്ടി നിർത്തി 2 പേരും കൂടെ എന്നെ അങ്ങോട്ട് ഉമ്മ വെച്ചു, മുഖത്തും ഭയങ്കരമായിട്ട് ഉമ്മ വെച്ചു 2 പേരും കൂടെ. അന്നേരം ഈ പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ ചേച്ചിനെ ഒന്നും ചെയ്യല്ലേ, ചേച്ചിനെ ഒന്നും ചെയ്യല്ലേ, ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 1 ആഴ്ച ആയുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ പെട്ടെന്ന് നിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് നീ 1 ആഴ്ച കൊണ്ട് നീ ഇവിടെ ജോലിക്ക് വന്നോന്നും ചോദിച്ചോണ്ട് എന്നാ എന്റെ മുഖത്തിന്റെ ഇങ്ങനെ താഴെയിട്ട് തല്ലി. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് 50,000 രൂപ തന്നെ, നിങ്ങൾ 3 പേരും കൂടെ 50,000 രൂപയും ഞങ്ങളുടെ സാറ് 3 ലക്ഷം രൂപയും തന്നോന്ന് പറഞ്ഞു. ശാരീരികമായിട്ട് മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചോ? പിന്നെ ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവൻ ഞങ്ങളെ ഉപദ്രവിച്ചു. നീ ഇങ്ങനെ വന്നേ, നീ കൊള്ളാലോ, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് എന്റെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോയി. ഞാനന്നേരം ഈ നമ്മുടെ ഡോറിന്റെ സൈഡിൽ ആ വരത്തിൽ കയറി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് ബലമായിട്ട് ഭിത്തിയെ പിടിച്ച് തള്ളി പുറകോട്ട് നിൽക്കുക. അപ്പൊ അതിന് ഉപ്പാടെ അവൻ പറഞ്ഞു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ ഒരു പെങ്ങളായിട്ട് കണ്ടുകൂടെ എന്ന് പറഞ്ഞില്ല. എടുക്കെ എന്റെ മുഖത്തിന്റെ ഒരൊറ്റ അടി അവനെ വലത്തെ വശത്തെ ഇതായിട്ട് അടിച്ചത്. അവൻ എവിടെ നിന്ന് അടിച്ചതെന്ന് അറിയത്തില്ല. എനിക്ക് കണ്ണീ കൂടെ എന്തോ ഒരു നീല കളറ് പറന്നു പോകുന്ന പോലെ അടിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു, എന്റെ പെങ്ങൾ എന്നെ അടി 1 ലക്ഷം തെറി വിളിച്ചു. ഞങ്ങളെ കുറെ തെറി വിളിച്ചിട്ട് ഇപ്പൊ അന്നേരം അത് കഴിഞ്ഞപ്പോ അവൻ എന്നോട് അങ്ങോട്ട് ദേഷ്യമായി പോയി. പെട്ടെന്ന് അവൻ എന്നെ ഒന്നും കൂടെ മുറിയിലോട്ട് വലിച്ചപ്പോ ഞാൻ വരത്തില്ല, എന്നെ ഉപദ്രവിക്കില്ല, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്റെ ബാക്ക് സൈഡിലോട്ട് വന്നിട്ട് എന്റെ ഇടത്തെ കൈയുടെ ഓർത്തിട്ട് നന്നായിട്ട് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഈ പിറ്റേന്ന് കൈ എടുത്ത് ഞാൻ ഈ ഒരത്തെ കയറി പിടിച്ചു, വലത്തെ കൈ വേദന എടുത്തപ്പം. അന്നേരം ഇവൻ എന്റെ പുറകിൽ നിന്ന് എന്റെ പുറത്തിന്റെ മുട്ടുകൈ, അവന്റെ മുട്ടുകൈ വെച്ചിട്ട് ഒരൊറ്റ ഇടി. അന്നേരം ഞാൻ പെട്ടെന്ന് റൂമിലേക്കായി ഇങ്ങനെ ആഞ്ഞു പോയി. അന്നേരം ഞാൻ വീണില്ല, വീഴാതെ കണ്ട് തന്നെ അവിടെ ബലം പിടിച്ചിരുന്നപ്പോ ഇവൻ പെട്ടെന്ന് ഇവൻ തന്നെ വന്ന് കുറ്റിയിട്ടിട്ട് എന്നോട് പറഞ്ഞു, ആ റൂമിൽ ഒരു സ്പാ ബെഡും ഉണ്ട്, ഒരു ഇരുമ്പ് കട്ടിലും കിടപ്പുണ്ട്. അവൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പെട്ടെന്ന് തന്നെ അവൻ എന്നോട് പറഞ്ഞു ഡ്രസ്സെല്ലാം അഴിക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഡ്രസ്സ് അഴിക്കത്തില്ല, എന്നെ ഉപദ്രവിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടെ കിടന്നുകൊണ്ട് അലറി കരയുക. അന്നേരത്തേക്ക്
അവൻ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു കത്തി, അതായത് ചെറിയ നമ്മുടെ കൈപ്പത്തിയുടെ നീളമേ ഉള്ളൂ ആ കത്തിക്ക്. അത് സ്റ്റീലാ, കളറൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ പിടിയുടെ ഒന്നും. സ്റ്റീലിന്റെ കത്തിയാ. അത് പെട്ടെന്ന് എന്റെ തൊണ്ടക്കുഴിയിൽ വെച്ചു. തൊണ്ടക്കുഴി വെച്ചിട്ട് അവനിങ്ങനെ വരഞ്ഞു കാണിച്ചു. ഞാൻ പെട്ടെന്ന് ഭയന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ആ ഇട്ടിരുന്ന ആ റോസ് കളറിന്റെ ചുരിദാർ പെട്ടെന്ന് ഞാൻ തന്നെ ഊരി. അവൻ ഊരിയിട്ട് അവൻ എന്നെ ആ സ്പാ ബെഡ് നീളത്തിലിരിക്കുന്ന അവൻ എന്നെ ക്രോസ് ആയിട്ട് കിടത്തി. എന്നിട്ട് അവൻ എന്റെ തലയ്ക്കും മുഖത്തിനിട്ടും തലമുടി ഇങ്ങനെ അവൻ തല പൊക്കി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. എന്നെ ആ ക്രോസ് ആയിട്ട് ഒരൊറ്റ തള്ളല് തള്ളി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ബെഡിലേക്ക് ചെന്നങ്ങ് വീണിട്ട് അവനും അവന്റെ ഡ്രസ്സ് ഊരി എന്നെ ക്രൂരമായെന്ന് പറഞ്ഞെന്നാൽ എനിക്ക് ഇപ്പോഴും ഇൻഫെക്ഷനും കാര്യങ്ങളും ശരീരം വേദനയും നമ്മൾ അനുഭവിക്കാത്തതൊന്നുമില്ല. അതുപോലെ അവൻ എന്നെ അങ്ങോട്ട് ഉപദ്രവിച്ചു. പിന്നെയും ആ കുട്ടി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മൊത്താർത്ഥത്തിൽ അത് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിയില്ല, കേട്ടിരിക്കാനും കഴിയില്ല. അമ്മാതിരി അതിക്രൂരമായ റേപ്പിൻ്റെയും മർദ്ദനത്തിൻ്റെയും ഈ പറയുന്ന മാനാഭിമാനങ്ങളെ ചവിട്ടിയരക്കലിൻ്റെയും ഒക്കെ നേർസാക്ഷ്യമാണ് കുട്ടിയുടെ വാക്കുകൾ. ശ്രീമതി ധന്യരാമൻ, എന്നിട്ട് ഈ കാപ്പ ഗുണ്ട സുബിൻ, മരണം സുബിൻ എന്നാണ് പേര്, മറ്റു വഴിയില്ലാതെ പോലീസ് പിടിക്കാൻ പോയി. അയാൾ പട്ടി അഴിച്ചു വിട്ടു പോലീസുകാർക്ക് നേരെ. 6 പേരിൽ പിടികൂടിയത് 2 പേരെയാണ്, ബാക്കി 4 പേര് നാടുവിട്ടു. സാധാരണ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന പോലീസ് 2 പേരുടെ അറസ്റ്റ് വിവരം പൂഴ്ത്തിവെച്ചു. 11 കേസിലെ പ്രതിക്ക് സ്വൈര്യവിഹാരം നടത്തണമെങ്കിൽ, 11 കേസാണ് കേട്ടോ, 11 ഗുരുതര കേസിലെ പ്രതിക്ക് ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തണമെങ്കിൽ, ഇങ്ങനെ പട്ടാപ്പകൽ സ്ഥാപനത്തിൽ കയറി ഗ്യാങ് റേപ്പ് നടത്തണമെങ്കിൽ വ്യക്തമായ പോലീസ് പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ശ്രീമതി ധന്യരാമൻ? തീർച്ചയായിട്ടും സപ്പോർട്ടില്ലാത്ത 5 കേസാവുമ്പോൾ തന്നെ സാധാരണ കാപ്പ ചുമത്തി ഇവരെ ജയിലിൽ അടയ്ക്കേണ്ടതാണ്. ഒന്നാമത് പോലീസ് വളരെ അലേർട്ടായിരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ ഈ കോവിഡിന് ശേഷമുള്ള കുറ്റകൃത്യം അതിഭീകരമാണ്. പട്ടാപ്പകൽ റേപ്പ് ചെയ്യല്, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അത്രയും ക്രിമിനൽസ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു. പക്ഷെ അവരെ അതുപോലെ ഒതുക്കാനായിട്ട് പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല, പോലീസുകാർക്ക് പറ്റുന്നില്ല, പോലീസുകാരെ കൊണ്ട് അത് പറ്റത്തുമില്ല. അതിന് വലിയ ഈ ഗുണ്ടകൾക്കെല്ലാം തന്നെ ഒന്നുകിൽ ഇവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാർ, അവരാണ് ഗുണ്ടകൾ ഉപയോഗിക്കുന്ന 2 വിഭാഗമാണ്. ഒന്ന് രാഷ്ട്രീയക്കാര്, രണ്ടാമത്തേത് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്തുള്ള ബിസിനസ്സുകാർ. അവരുടെ ഓപ്പോസിറ്റുള്ള ബിസിനസ്സുകാരെ ഒതുക്കാനും എന്തെങ്കിലും ഒന്നും വേണ്ട, ഒരു തട്ടുകട അപ്പുറത്ത് വന്നു, തൊട്ടിപ്പുറത്ത് വന്ന ഇപ്പുറത്തെ തട്ടുകടക്കാരൻ ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്തോട്ട് വെട്ടി ഓടിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ. അപ്പൊ അതൊക്കെ ഈ ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ ഈ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ യൂസ് ചെയ്യുന്നത്. അവരെ ഒതുക്കാനായിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഏറ്റവും ശക്തിയുള്ള പോലീസാണ്, ബുദ്ധിയുള്ള പോലീസാണ്, അവരെ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പോലീസുകാരനെ പ്രതികൾ കൊന്നു, ഒരാളെ ചവിട്ടിക്കൊന്നു ഒരു പോലീസുകാരനെ. എത്ര പോലീസുകാർക്ക് കുത്തേറ്റു? കരമനയുള്ള ഒരു പോലീസുകാരന് 2 കുത്തേറ്റു, മെഡിക്കൽ കോളേജിൽ ഒരു പോലീസുകാരന് കുത്തേറ്റു, പൂജപ്പുര SIക്ക് കുത്തേറ്റു, കൊല്ലത്തൊരു SIയുടെ കയ്യിൽ വെട്ടി കിട്ടി. അദ്ദേഹത്തിന്റെ വിരൽ നിശ്ചലമായിട്ട് 2 വർഷമായി. ആ വിരല് പിന്നെ ആ വിരല് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കൊല്ലലും ഈ പോലീസിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സേനയുടെ ആ അധികാരം കൃത്യമായിട്ട് അവർക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ ഈ കേസിൽ ഇത്തരം കേസുകൾ ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്ക് ഈ തിരുവല്ലയിലെ ഈ കുട്ടിയെ സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് നേരത്തെ ഞാൻ ഭയങ്കര ഹൃദയാഘാതം വരുന്ന പോലെ തോന്നുന്നു. കാരണം ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളാണ്. അവരെ ഇത്രയും ക്രൂരമായി പട്ടാപ്പകൽ അവർ ജോലി ചെയ്യുന്ന, അവർ സുരക്ഷിതത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന സ്ഥാപനത്തിൽ പട്ടാപ്പകൽ കയറി അവരെ ഇതുപോലെ ഉപദ്രവിച്ച് റേപ്പ് ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ അവനൊക്കെ വെട്ടിക്കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനൊന്നും ആരെയും കാത്തു നിൽക്കരുത്. കാരണം അത്രയും ഇവരെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കോടതികളും അങ്ങനെ തന്നെയാണ്. കോടതികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനിടയിൽ കോടതികളും വലിയ കളി കളിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം കൃത്യമായിട്ടുള്ള എവിഡൻസ് നിങ്ങൾക്ക് തരാം. ഇനി എന്റെ ഒരു കുട്ടി, എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടീനെ ഇവിടെ ഒരു ഗുണ്ട റേപ്പ് ചെയ്തിരുന്നു. റേപ്പ് ചെയ്ത് ഓവറി ട്വിസ്റ്റായിട്ട് ബ്ലീഡിങ്ങും ബോധവും പോയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തെ അനന്തപുരി ഹോസ്പിറ്റലിന്റെ അവിടെ അവനാക്കിയിട്ട് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് ഈ കുട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവും മുമ്പേ ഇവന്റെ കയ്യിൽ 3 തോക്കുണ്ട്. ഇന്ന് വരെ ആ 3 തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഈ തോക്ക് ഉപയോഗിച്ചാണ് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത്. ആ കുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അതിന്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മയ്ക്ക് സർജറി വേണം. അപ്പൊ ജോലി ചെയ്ത് ശമ്പളം ചോദിച്ചതിനാണ് ആ കുട്ടീനെ അയാൾ റേപ്പ് ചെയ്തത്. അപ്പോൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് അവന് 10-70 വർഷം ജയിലിൽ കിടക്കേണ്ട വകുപ്പുകളൊക്കെ ഇട്ടിട്ടാണ് പോലീസ് FIR തയ്യാറാക്കിയത്. പക്ഷെ നെടുമങ്ങാട് SC ST കോടതിയിൽ എത്തിയപ്പം ആ ജഡ്ജി ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു.
എനിക്ക് മനസ്സിലാവുന്നില്ല. 70 കൊല്ലം ജയിലിൽ കിടക്കേണ്ടവൻ എങ്ങനെ ജാമ്യം കിട്ടി? നിങ്ങൾ വിചാരിക്കും ഈ ഒരു കേസിൽ മാത്രം ഈ SC/ST കോടതികളൊക്കെ വെറും വേസ്റ്റ് ആണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു കേസ് നെടുമങ്ങാട് SC/ST കോടതിയിൽ ശിക്ഷിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റേപ്പ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം, ഈ പിന്നെ അതിക്രൂരമായി വീട്ടിൽ കയറി ഒരു സൈഡ് മൊത്തം ഈ കൈ ഇല്ല, ആ രീതിയിൽ അവര് കൈ 2-3 വട്ടം സർജറി ചെയ്തിട്ട് ആ എല്ലൊന്നും കറക്റ്റ് ആവുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീയുടെ വീട്ടിൽ ഈ ഡ്രില്ലിംഗ് മെഷീനും കട്ടറും എടുത്ത് കയറി ഇത്രയും വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സ്ത്രീയെ പട്ടാപ്പകല് കൈ അടിച്ചൊടിച്ച് അതിന് 3 സർജറി നടത്തിയിട്ട് അതിന് ശരിയാവുന്നില്ല. അതിന് പോലും SC/ST കോടതിയിൽ ജാമ്യം. ഞങ്ങൾക്കിപ്പോ ഒട്ടും വിശ്വാസമില്ലാത്ത കോടതികളെയാണ്. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. 2024 എന്റെ ഒരു പ്രോജക്റ്റില് വർക്കല ബീച്ചിൽ എനിക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് എന്റെ ക്ലയന്റ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന് തിരിച്ചു വന്ന് ഇവിടെ സെറ്റിൽ ആവാനാണ് ആ പ്രോജക്റ്റ്. അപ്പൊ ഞാൻ 26 സെന്റ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് ലാൻഡ് രജിസ്റ്റർ ചെയ്തു. പിന്നെ അദ്ദേഹം തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. അപ്പൊ ഞാൻ ഇവിടെ എന്റെ ആർക്കിടെക്റ്റിനെയും കൊണ്ട് സൈറ്റിൽ പോയി ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത് തന്നതനുസരിച്ച് എനിക്ക് മതിൽ വെട്ടണം. ആദ്യം റോഡിനുള്ള സ്ഥലം വിട്ട് മതിൽ വെട്ടണം. മതിൽ വെട്ടാനായിട്ട് മാർക്ക് ചെയ്യാൻ പോയതാണ്. എന്റെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു, 2 ജോലിക്കാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു 10-25 പേര് കൂടി എന്നെ അങ്ങ് വളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സംഭവം? ഞാൻ കൈയും കെട്ടി നിന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവരെ എന്നെ ഇപ്പൊ കൊന്ന് കടലിൽ എറിയുമായിരിക്കുന്നു. ആ രീതിയിലുള്ള ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 25-ൽ ഒരു 24 പുരുഷന്മാരെ എനിക്ക് ചീളായിട്ടാണ് തോന്നിയത്. പക്ഷെ എന്റെ നാട്ടുകാരായിട്ടുള്ള ജോലിക്കാർ പറഞ്ഞു, മാഡം നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, കാരണം ഇവരുടെ ഒരു ശീലം അനുസരിച്ച് ഇവര് നമ്മളെ ഒരു സംഘർഷം ഉണ്ടാക്കും, എന്നിട്ട് അതിനിടെ നമ്മളെ കുത്തിയിട്ട് ഇവൻ അങ്ങ് രക്ഷപ്പെടും. ഈ പ്രതി, അവന്റെ പേര് അനൂപ് നാസിമുദ്ദീൻ എന്നാണ്. അവൻ ഇപ്പോഴും വർക്കല മാന്തറയിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ അവന്റെ പേരിൽ പരാതി കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് എന്റെ പകരം വീട്ടുന്നുള്ളത് ഞാൻ നിയമപരമായിട്ടും പോകുന്നില്ല, ഞാൻ അയാളെ ഉപദ്രവിക്കാനും പോകുന്നില്ല. പക്ഷെ ഞാൻ അതിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി കൊടുത്തിരിക്കും. ഞാൻ എന്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കി കീ ഹാൻഡ് ഓവർ ചെയ്തു. പക്ഷെ ഇവനെ പോലെയുള്ള ഗുണ്ടകളെയൊന്നും ഞാൻ പേടിച്ചില്ല. അതുപോലെ ഇവർക്ക് അന്ന് ആ സമയത്ത് പോലീസുകാർ വന്ന് ഈ ഗുണ്ടകളെ മാനേജ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്, അവരെ തിരിച്ചയക്കാനായിട്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഒരു എന്താ പറയണ്ടേ, ആ ഒരു എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ പേടിക്കത്തില്ല. അവൻ കുത്തി എന്നെ കടലിട്ട് ബാക്കി അവൻ അനുഭവിക്കുക, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ ഡ്രൈവറെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. എവിടുന്നാണ് ഇവർക്ക്? അതിനുശേഷവും ഇതേ ഗുണ്ടകളെ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള റിസോർട്ടുകാരാണ് അയക്കുന്നത് നോക്കണം. അവരിപ്പോഴും അവിടെ പോയി ഒരു സബ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് എങ്ങനെ കിട്ടിയെന്ന് എന്നോട് ചോദിക്കരുത്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷെ എനിക്ക് തന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പൊ അത്രയും ക്രിമിനൽസ് വാഴുന്ന ഒരു അവരെങ്ങനെ വാഴുകയാണ്. അവരെങ്ങനെ വാഴുന്നത് എന്തുകൊണ്ടാണ്? ഇതിപ്പോ ഇന്നലെ കേൾക്കുന്നതല്ലോ, ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ മാസവും കഴിഞ്ഞ വർഷം കേൾക്കുന്നതല്ലോ. കഴിഞ്ഞ കുറെ നാളായി അവരങ്ങനെ വാഴുകയാണ്, ആരാലും ചോദ്യം ചെയ്യാതെ. ഈ പറഞ്ഞ 11 കേസും 50 കേസും ഉണ്ടെങ്കിലും എത്ര കാപ്പയുണ്ടെങ്കിലും അവർ സ്ഥാപനത്തിൽ കയറും, ആരും ഇല്ലാത്തവരെ റേപ്പ് ചെയ്യും, കൂളായി ഇറങ്ങിപ്പോകും. ജോർജ് ജോസഫ്, കൊച്ചിയിൽ 500-ലധികം സ്പാകൾ, തിരുവനന്തപുരത്ത് 200-ഓളം സ്പാകൾ. പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഈ നമ്മൾ ഇലനക്കി നായയുടെ ചെറുനക്കി നായ എന്ന് പറയുന്നത് പോലെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് പോലീസുകാരുടെ കാശൂറ്റിൽ ഒത്താശ പുതിയ കാര്യമൊന്നുമല്ല. ഒരിടത്തൊരു ക്രൂരമായ റേപ്പ് നടന്നപ്പോൾ മാത്രം പരിശോധനയ്ക്ക് ഇറങ്ങി പുറപ്പെടൽ യഥാർത്ഥത്തിൽ ആൾക്കാരെ പറ്റിക്കാനല്ലേ ശ്രീ ജോർജ് ജോസഫ്? അതിലെന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടാവുമോ? ഇല്ല, പോലീസിൻ്റെ നടപടി എന്താണെന്നൊക്കെ ഒരു ഐഡിയ ധന്യരാമൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായല്ലോ. കുറേ നാളുകൊണ്ട് നമ്മളിത് കാണുകയാണ്. പലയിടത്തും ബ്രോത്തൽ ഹൗസ് നടത്തുന്നതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എറണാകുളത്ത് അങ്ങനെ പിടിച്ചല്ലോ. കാരണം അവരെ ഗൾഫിൽ നിന്നുള്ള അതിൻ്റെ പണം മുഴുവൻ ഇവരെ വേറെ ചില അക്കൗണ്ടിലൊക്കെ വന്ന് അങ്ങനെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ എറണാകുളത്ത്. അപ്പം പൊതുവേ ഇതുപോലെ ഈ ക്യാരക്ടർ മോശമായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള നടപടി. കാരണം നമുക്ക് ഓരോ സ്ഥലത്ത് ഇപ്പോഴത്തെ ഇതെന്ത് ക്രൂരമായ ഒരു റേപ്പാണ്. അയാൾക്ക് ഏകദേശം 11ഓളം കേസുകളുണ്ട്. കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതിയായിരിക്കുന്നവനെയാണ് ഇത് വന്ന് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാപ്പ കേസ് എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസം 4 മാസം അവൻ ഇറങ്ങിപ്പോവും. പക്ഷേ ഈ കേസിൽ റേപ്പ് കേസിൽ ഇതുപോലെ കുത്തുകേസിലും അറ്റംപ്റ്റ് ടു മർഡർ കേസിലത്തെ പ്രതിയെ ശിക്ഷിപ്പിക്കാത്തത് എന്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്ത് ഈസിയാണ് നമുക്ക് ചെയ്യാൻ. കാരണം അനുഭവസ്ഥരോടെ കോടതി കയറി വിവരങ്ങൾ പറയുമല്ലോ. സാക്ഷി 1-2 പേര് പോരെ ഒരുത്തനെ അകത്താക്കാൻ. ഈ കേസിനകത്ത് തന്നെ പോലീസ് ഒരു കാര്യം ആലോചിച്ചോണം. അവിടുത്തെ ഒരു DYSP ആണ് ഇത് അന്വേഷിക്കുന്നത്. തിരുവല്ലയിലെ മഞ്ഞാടിയിലെ ആ സ്പാ കേസിലെ ആ ക്രൂരമായ ആ റേപ്പിൻ്റെ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഒരു DYSP ആണ്. എന്തും ആയിക്കോട്ടെ, ഇവനെ ആജീവനാന്തം ജയിലിൽ കിടക്കാനുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. കാപ്പ കീപ്പയൊന്നും ഇവിടെ വേണ്ട. അവനെ സംബന്ധിച്ചിടത്തോളം ആജീവനാന്തം ജയിലിൽ കിടക്കുന്ന ഒരു ശിക്ഷ, അത് 30-40 ദിവസത്തിന് അതിൻ്റെ ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ DYSPക്ക്? കാരണം 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഇനി 4 പേരെ കിട്ടാനുണ്ട്. 6 പേര് കൂടിയാണ് അത് ചെയ്തത്.
അത് അവിടുത്തെ CCTV ദൃശ്യത്തിൽ അവർ കിട്ടാതിരിക്കാൻ വേണ്ടി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഇൻവെർട്ടർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ മുഴുവൻ കിട്ടി. അതുകൊണ്ട് ഇനി സാക്ഷിയൊന്നും അധികം ആവശ്യമില്ല. പെൺകുട്ടിയുടെ മൊഴിയും ഈ CCTV ദൃശ്യം പോരെ. വേണമെങ്കിൽ അവിടെ ഒരാളെ നഗ്നനായിട്ട് നിർത്തി ഈ പെൺകുട്ടിയെ നഗ്നനായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ കൊണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓർമ്മ വരുന്ന പൾസർ സുനിയുടെ തന്നെയാണ്. നമുക്ക് പൾസർ സുനിയുടെ അറിയാമല്ലോ. നമുക്ക് അതെനിക്കൊരു കൊട്ടേഷനാണ്. ഈ പെങ്കൊച്ചിൻ്റെ അടുത്തും പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണെന്ന് അവൻ പറഞ്ഞതായിട്ട് പറയുന്നു. അല്ല, ഈ പറയുന്ന ബലാത്സംഗവും പൾസർ സുനിയെ നടത്തിയ അതേ രീതിയിലുള്ള അല്ല അത് ചിത്രീകരിച്ചു. അല്ല, ഒരു കൊട്ടേഷനാന്ന് പറഞ്ഞാണ് തുടക്കം. അപ്പോൾ ആ കൊട്ടേഷൻ കേരളത്തിൽ പല സ്ഥലത്തും നടക്കുകയാണ് ഇപ്പം. ആ പൾസർ സുനിയുടെ അതേ രീതിയിലുള്ള ക്രിമിനൽസ് ഇവിടെ നാട് വാഴുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ ഒരു 30-45 ദിവസത്തിന് ഇത് ചാർജ് ഷീറ്റ് കൊടുക്കാൻ ഒക്കും ഈ 2 പേര് അല്ലെങ്കിൽ 4 പേര് ഇനി കിട്ടാനുള്ളത്. അങ്ങനെ വന്ന ഒരു ഗുണം എന്നാണെന്നറിയാം, ഇവനൊരു ആജീവനാന്ത് അവിടെ കിടന്നോളും. കാപ്പായ്ക്കൊന്നും പുറകേണ്ട ആവശ്യമില്ല. അവിടെയാണ് പോലീസിൻ്റെ എഫിഷ്യൻസി അറിയേണ്ടത്. ഇതുപോലെ 10 സ്ഥലത്ത് 10 ജില്ലകളിലെങ്കിലും ഓരോ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ, കാരണം കൃത്യമായി ഇത് നമുക്ക് അടക്കാൻ പറ്റും. അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരിക്കണം. അതിനുള്ള ഡയറക്ഷൻ കൊടുക്കാനുള്ള SP മാരും DIGമാരും DGPമാരും ഉണ്ടാകണം. ആഭ്യന്തര വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇവിടെയാണ് പ്രോസിക്യൂഷനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവർക്കെതിരെ രാഷ്ട്രീയക്കാരെ പിണികളെ നിൽക്കുന്ന ചില വക്കീലന്മാരെ പിടിച്ചൊരു പ്രോസിക്യൂട്ടറായിട്ട് ഒന്നും നടക്കില്ല ഇവിടെ. ഇവിടെ കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ ശിക്ഷിക്കും. എന്തിനാണ് പ്രോസിക്യൂട്ടർ? പോലീസ് ഉദ്യോഗസ്ഥന് കേസ് കുറ്റച്ചാർജ് കൃത്യമായിട്ട് കൊടുക്കാനും അത് പ്രോസിക്യൂട്ട് ചെയ്യാൻ അവർക്കറിയാമല്ലോ. അടിയന്തരമായിട്ട് അത് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ അവർ ഒരു സാധാരണ ഒരു വക്കീൽ പോരെ. ഗവൺമെൻറ് വക്കീൽ അത് മതി. വലിയ പ്രോസിക്യൂട്ടറൊന്നും ആവശ്യമില്ല. ഇവനെ ഇനി വെളിച്ചം കാണിക്കരുതെന്നാണ് പറയണത്. ഈ 6 പേരെ കൃത്യമായി ഇനി വെളിച്ചം കാണിക്കരുത്. കാരണം അതിനുള്ള എവിഡൻസ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭാഗ്യത്തിന് കിട്ടി. ആ കുട്ടിയുടെ ആ വേദന നമ്മൾ കണ്ടില്ലേ. ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ. ആ ഒരാഴ്ചക്കകം അടുത്ത റേപ്പാണ്. ഭീകരമായ ക്രൂരമായ റേപ്പിന് വിധേയമായി. സ്പായിലെ പല സ്ഥലത്തെ നമുക്കറിയാം. കേരളത്തിൽ എറണാകുളത്ത് തന്നെ ഇപ്പോൾ 500 ഉണ്ടെന്നല്ലേ ആശയം പറഞ്ഞത്. ആ സ്പാ എല്ലാ സ്ഥലത്തും കോമണായി. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് സ്പാ ഉണ്ട്. മസാജും അതും ഇതും മോശമായ കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ പോലീസിൻ്റെ സഹായം വേണം. നല്ല രീതിയിൽ സ്പാ നടത്തുന്നവരുണ്ട്, അതേസമയത്ത് മോശം രീതിയിൽ സ്പാ നടത്തുന്നുണ്ട്. മോശം രീതിയിൽ സ്പാ നടത്തുന്നവരായാലും നല്ല രീതിയിൽ നടത്താലും പോലീസിന് കാഴ്ച എന്തെങ്കിലും കൊടുക്കാതെ. കാരണം അത് നമ്മുടെ സംസ്കാരത്തിന്. ജോർജ് ജോസഫ്, ഇവിടെ പാലാരിവട്ടത്തെ സ്പായൊക്കെ നടത്തുന്ന ആരാണ് എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പിന്തുണയുടെ കാര്യം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മോഹൻ റോയ്, ഇവിടെ ഈ പറയുന്ന മരണം സുബിൻ എന്ന് പറയുന്ന ഇയാളുടെ പ്രത്യേകത, ഇയാളൊരു ക്രൈം ചെയ്ത ഒളിവ് പോകുന്നില്ല. ക്രൈം ചെയ്ത് നേരെ വീട്ടിൽ പോയിരിക്കും. അവിടെ പോലീസുകാർ വരുമ്പോഴത്തേക്ക് പട്ടി അഴിച്ചു വിടും. ചില പട്ടി അടിക്കും, ചിലപ്പോൾ ഇല്ല. പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും, ജയിലിലിടും, ഇറങ്ങി വരും, വീണ്ടും ക്രൈം ചെയ്യും, വീണ്ടും ഇതേ മോഡസ് ഓപ്പറാണ്ടി. ഇവിടെ അതുപോലെ തന്നെ ഈ റേപ്പ് നടത്തി അയാൾ ഒളിവ് പോയൊന്നുമില്ല. അയാൾ നേരെ വീട്ടിൽ പോയിരുന്നു, പോലീസ് പിടിക്കാൻ പോയപ്പോഴേ പട്ടി അഴിച്ചു വിട്ടു. മോഹൻ റോയ്, നോക്കൂ, ഇവിടെ ഈ റേപ്പ് കേസുകളുടെ സാങ്കേതികത ഉപേക്ഷ ബന്ധമാണോ പ്രണയമാണോ തുടങ്ങിയ സങ്കീർണത ഒന്നുമില്ല. പച്ചക്കുള്ള റേപ്പാണ്. നോക്കൂ, ഇവിടെ ആർക്കും ഞെട്ടലില്ല, കാര്യമായ സോഷ്യൽ മീഡിയ ചർച്ചകളില്ല, ഹാഷ്ടാഗില്ല. ഒരു പാവം പെൺകുട്ടി എന്നൊരു പ്രിവിലേജ് ഇല്ലായ്മയാണോ കാരണം, അതോ ഇതൊക്കെ അത്രയും സാധാരണ, ഇതൊക്കെ കണ്ട് നമ്മൾ ന്യൂ നോർമൽ എന്ന രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥ അതപ്പതിച്ചു പോയതാണോ ശ്രീ മോഹൻ റോയ്? ഇല്ല, ഒരിക്കലും മാനസികാവസ്ഥ അതപ്പതിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു തരം എന്താ പറയുക, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗസറ്റഡ് പ്രതികരണങ്ങളും നോൺ ഗസറ്റഡ് പ്രതികരണങ്ങളും എന്ന് പറയുന്നത് പോലെ ഒരു ഗസറ്റഡായ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ സമൂഹമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഹാഷ്ടാഗുകളുണ്ട്, സാംസ്കാരിക നായകന്മാർ കരഞ്ഞ് മെഴുകുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ചിലരുടെ കാര്യത്തിൽ മാത്രം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടന പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാരണങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ പ്രതികരണം നശിച്ചു പോയിട്ടൊന്നുമില്ല. ഇതൊരു മറ്റൊരാൾക്കെതിരെ ആയിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു നമുക്കറിയാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംവിധാനം, നമ്മളിപ്പോൾ പോലീസ്, കേരളത്തിലെ പോലീസ് ഇപ്പോഴും മാതൃകയാണെന്നൊക്കെയാണ്. ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല റിപ്പോർട്ടുകളിലും കേരളത്തിലെ പോലീസിന് അഭിനന്ദനമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ അഭിനന്ദനം ലഭിക്കുന്ന പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അങ്ങും ശ്രീ ജോർജ് ജോസഫ് സാറും എനിക്ക് തോന്നുന്നു ശ്രീ ഉമേഷ് വള്ളിക്കുന്നുമൊക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നോക്കുന്ന ഒരാളാണ്, പ്രതികരിക്കാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ പല പാരാമീറ്റേഴ്സിലും ഒന്നാം സ്ഥാനത്തായിരിക്കുമെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന രീതിയിലാണോ നമ്മുടെ ലോ ആൻഡ് ഓർഡർ ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചില എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളൊരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിലൊന്ന് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആവശ്യമാണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കഴിഞ്ഞാൽ ഈ ആൻറ്റി ഗാങ്
വാർ യൂണിറ്റുകൾ ഉണ്ടാവണം, ആൻറ്റി ഗ്യാങ് യൂണിറ്റുകൾ പോലീസിലുണ്ടാവണം. പിന്നെ ഇതിൽ സ്പെഷ്യലൈസ്ഡ് കോർട്ടുകൾ ഉണ്ടാവണം, ഇതിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാവണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സമ്പത്തുണ്ടാക്കുന്നവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റും ഒക്കെ. ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു പ്രത്യേക മേഖലയിൽ ഒരു വീട്ടിൽ പോയിരുന്ന് പട്ടിയൊക്കെ അഴിച്ചുവിട്ട് ഇത്തരത്തിലുണ്ടാകുന്ന ഒരാൾ അവിടെ ഉണ്ടെന്നറിയുമ്പോൾ ആ സ്ഥലത്തേക്ക്, കേരളം പോലെ ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലത്തേക്ക് എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഇത്തരത്തിലൊരു ആളവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ലേ? അതോ അറിഞ്ഞിട്ടും നമ്മെ എന്തെങ്കിലും പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? അത്തരം ഘടകങ്ങളൊരു പരിശോധിച്ചാൽ മാത്രമേ ഇതിന് പൂർണ്ണമായിട്ടും ഒരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്, ഇപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പഴയ ഒരു കണക്കുണ്ടത്രേ. അതായത് നിങ്ങൾ 4/1 കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ എന്ന്. ആ 4/1 കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്താൽ അതിൽ 4/1 ശിക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെയാണ്? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ 16 കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളെ മാത്രമേ ശിക്ഷിക്കുന്നുള്ളൂ എന്നാണ്. നോക്കൂ, ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് 160 കുറ്റകൃത്യങ്ങൾ ചെയ്താൽ 16 കുറ്റകൃത്യങ്ങളെ ശിക്ഷിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി കുറ്റകൃത്യങ്ങളുടെ പണവും ധനവും ബാക്കി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇത്തരം കേസുകളിലും ബാക്കി നിയമപരമായ സഹായവും മറ്റും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലേ? ഇപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ ഈ ക്രിമിനൽ ഗ്യാങ്ങുകളുള്ള പല സംസ്ഥാനത്തെക്കുറിച്ച്, ഇപ്പോൾ കേരള പോലീസ് ഉൾപ്പെടെ സാഹസികമായി അവിടെ എത്തി അവരെ പിടിച്ച വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പല തിരുട്ടു ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്ന ക്രിമിനൽ ഗ്യാങ്ങുകളുള്ള അവർ വാഴുന്ന സ്ഥലങ്ങളുണ്ട്, അവരുടെ ഗ്രാമങ്ങളുണ്ട്, അവിടെ എത്തിപ്പെടാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകൾക്ക് വളരാനുള്ള, അത് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനാണോ, അതോ അബ്കാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അതോ ലാൻഡ് മാഫിയയാണോ, അതോ നമ്മൾ പറഞ്ഞതുപോലെ ഡ്രഗ് മാഫിയയാണോ ഇവരെ ഫണ്ട് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളം താമസിയാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിലേക്ക് പോകാനുള്ളൊരു വലിയ അപകട സാധ്യത നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയില്ലേ, ബോംബെയിലൊക്കെ ഒരു കാലത്ത് അവർ ഈ പിച്ചാത്തിയും ബാക്കിയൊക്കെ ആയിരുന്നു കയ്യിൽ കൊണ്ടുപോയത്. ഇപ്പോൾ ഈ ഇൻസിഡൻറ്റിലും നടന്നതൊരു പിച്ചാത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തോക്കുകളാണ്, ആയുധങ്ങളാണ്. അതും ഇവർക്ക് കിട്ടാൻ വലിയ പാടൊന്നുമില്ല, കാരണം ആയുധങ്ങളുടെ ഒരു ലഭ്യതയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടിക്കുഴഞ്ഞൊരവസ്ഥയായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ പാനലിലുള്ള 5 പേരും ഒരു വാഹനത്തിൽ പോവുകയാണ്. ഇപ്പോൾ നമ്മളൊരു കാറിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. കാറിൻ്റെ സൈഡിൽ ആർക്കെങ്കിലും ഒന്ന് ഉരയുകയോ ഒരു 2 വീലറുകാരനോ മറ്റൊരു കാറുകാരനോ വന്ന് ഉരയ്ക്കുകയാണെങ്കിൽ, അയാളുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് തന്നെ വിചാരിച്ചോളൂ, ഉരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് അയാളോട് സംസാരിക്കാൻ, എന്തിന് കാറ് നിർത്തി പുറത്തിറങ്ങുന്ന കാര്യം നമ്മളാരും ആലോചിക്കത്ത പോലുമില്ലല്ലോ. അപ്പോൾ അതൊരു പേടി, ഒരു ഉൾഭയമായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നില്ലേ? അത്തരമൊരു ഉൾഭയത്തോടു കൂടി നമ്മളൊരു പരിഷ്കൃത സമൂഹം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇത് വന്ന് ഒരു ഘട്ടത്തിൽ പോലീസിന് പോലും രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബോംബെ അണ്ടർവേൾഡിലൊക്കെ തന്നെ പ്രസിദ്ധമായ ഒരു ഷൂട്ടൗട്ട് നടക്കുന്നത്, ബോംബെയിലെ ഒരു പ്രസിദ്ധമെന്ന് പറയുമ്പോൾ കുപ്രസിദ്ധമാണ് കേട്ടോ, ഇനി അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചേക്കല്ലേ. ബോംബെ അധോലോകത്തിലെ ഒരു കുപ്രസിദ്ധ ഷൂട്ടൗട്ട് നടക്കുന്നത് ഒരു ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ നടന്ന ഷൂട്ടൗട്ടിൽ അന്ന് പോലീസുകാരുൾപ്പെടെ കൊല്ലപ്പെട്ടു. എനിക്ക് തോന്നുന്നത് പോലീസുകാരുൾപ്പെടെ കൊല്ലപ്പെട്ട ആ ഷൂട്ടൗട്ടിന് ശേഷമാണ് ബോംബെ പോലീസ് വളരെ കൃത്യമായി ഒരു ഗുണ്ടാ സംഘങ്ങളെ എതിരിടാൻ തീരുമാനിക്കുകയും അവരുടെ ഇടയിൽ ഗ്യാങ് വാർ ഉണ്ടാക്കി കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് തോന്നുന്നു ഡി ഗ്യാങ് എന്ന് പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിം ഗ്യാങ്ങിൻ്റെയൊക്കെ ഒരു തുടക്കം ഇടയ്ക്കിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് നാം പോകുമോ എന്നുള്ള ഒരു വലിയ ഈ പെൺകുട്ടിയുടെ ഒരു ഗതികേട് വല്ലാത്ത അവസ്ഥയാണ്, കഷ്ടമാണ്. പെൺകുട്ടിയുടെ ഗതികേട്, പാവം കുട്ടിയാണ്, അഷ്ടിക്ക് വകയില്ലാത്ത എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആ കുട്ടിയുടെ മാത്രം പരിമാണത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനാണ് ഈ ഇമാതിരി വൃത്തികേട് മുഴുവൻ ഇയാൾ കാണിച്ചിട്ട് പേടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയത്. മനുഷ്യന്മാരാണോ ഇവന്മാരൊക്കെ? ഭർത്താവ് മരിച്ചിട്ട് ഒരു ആഴ്ചക്കകം ജോലിക്ക് വരേണ്ട ഒരു സ്ത്രീയുടെ ഗതികേട് നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നേ. ആ ഗതികേട് പോലും മനസ്സിലാവാത്ത രീതിയിൽ അതിൽ ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന പോലെ വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടാവാം, ലഹരിയുടെ ഉണ്ടാവാം. പിന്നെ ഇതൊരു കൊട്ടേഷനാണല്ലോ. ഇപ്പോൾ ഈ കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസിൻ്റെ ഒരവസ്ഥയും അതിൻ്റെ വിധിയും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും ഒക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അത് നേരത്തെ സൂചിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ആണധികാരത്തിൻ്റെ, ആൺമേൽക്കോയ്മയുടെ, സ്ത്രീയെ ലൈംഗികമായി കീഴ്പ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ആണധികാരത്തിൻ്റെയും ആൺമേൽക്കോയ്മയുടെയും ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പുരുഷനെ കയറി ലൈംഗികമായി ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവനൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ ഇവന്മാരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പല സ്ത്രീ വിരുദ്ധതയും ലിംഗവിരുദ്ധതയും ഒക്കെ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രിമിനൽ എലമെൻറ്റുകളും ഒക്കെ കൂടിച്ചേരുമ്പോഴാണ് ഇത്തരമൊരു കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, സുമേഷ് വള്ളിക്കുന്ന്, താങ്കൾ ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി ആ സിസ്റ്റം അടിച്ച് പുറത്താക്കിയ ഒരാൾ കൂടിയാണ് താങ്കൾ. സുമേഷ് വള്ളിക്കുന്ന്, ആ സിസ്റ്റം കിളികൊല്ലൂരിൽ ഒരു പാവത്തിന് ഇടിച്ചു ചതയ്ക്കും, കള്ളക്കേസ് എടുക്കും, ആയുഷ്കാലത്തേക്ക് അവന് നരകം ഉറപ്പാക്കും,
മാല പൊട്ടിച്ചെന്ന് കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിലിരിക്കുന്ന ഒരു ദളിത് സ്ത്രീയോട് ദാഹിച്ച് വെള്ളം ചോദിച്ചാൽ പോയി കക്കൂസ് പോയി എടുത്ത് കുടിക്കടി എന്ന് ആക്രോശിക്കും. സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കും. പക്ഷെ ഗൂണ്ടകൾക്ക് മുന്നിൽ മുട്ടുപറയ്ക്കും. അങ്ങനെ ഒരു പോലീസിംഗ് അധിക നാൾ മുന്നോട്ട് പോകാൻ പറ്റുന്ന പോലീസിംഗ് ആണോ ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്? ആദ്യം തന്നെ ആ സ്ത്രീയോട്, ആ വനിതയോട് ഉള്ള ആദരവും സ്നേഹവും അറിയിക്കട്ടെ. കാരണം അവരിത്ര ധൈര്യത്തോടു കൂടി പരാതിപ്പെടാനും പൊതുജനങ്ങളോട് കാര്യങ്ങൾ പറയാനും തയ്യാറായതിന് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം അവരത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇതേ ഗുണ്ടകൾ അവിടെ തന്നെ മറ്റ് സ്പാകളിലോ, മാത്രമല്ല ഒരു ഫാൻസി കടയിൽ പോലും കയറാൻ അധിക കാലമൊന്നും വൈകില്ല. അപ്പോൾ അവരോട് ഒരു നന്ദിയും കടപ്പാടും നമുക്കുണ്ടാകണം. പോലീസിന് ഈ ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ബിന്ദു എന്ന സ്ത്രീയെ മാല പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കള്ളക്കേസെടുത്ത് പോലീസ് സ്റ്റേഷനിലിട്ട് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറയുന്ന ഒരു പോലീസിംഗ് സംവിധാനം. നമ്മളിപ്പോൾ ഇത് സംഭവം നടന്നത് പത്തനംതിട്ടയിലായതുകൊണ്ടും ഞാൻ പത്തനംതിട്ടയിൽ ജോലി ചെയ്തതുകൊണ്ടും പത്തനംതിട്ടയെ ബേസ് ചെയ്തിട്ട് തന്നെ പറയാം. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു സ്ഥിരമായിട്ട് കുറ്റം ചെയ്യുന്ന ഒരു ഗുണ്ട, ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, ആരെയും ഭയമില്ലാത്ത ഒരു ഗുണ്ട, ആ ഗുണ്ടയെ നിരീക്ഷിക്കാൻ എന്ത് സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത്? ഞാൻ പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരിക്കൽ CI മനോജ് എൻ്റെ കയ്യിൽ 48 റൗഡി ലിസ്റ്റിലുള്ള ആൾക്കാരുടെ 48 പേരുടെ ലിസ്റ്റ് എടുത്ത് തന്നു. എന്നിട്ട് പോയിട്ട് അവർ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഒരു അപാകത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്ന ആ സ്ഥലത്തെക്കുറിച്ചോ ആ നാടിനെക്കുറിച്ചോ യാതൊരു പരിചയമില്ലാത്ത എന്നെ അത് ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെ അതൊരു പ്രഹസനമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹം തന്നിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ അവിടുത്തെ എല്ലാ വാർഡ് മെമ്പർമാരെയും ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പോലീസുകാരുടെ സഹായത്തോടെ എല്ലാ വീടുകളിലും പോയി. പക്ഷേ എനിക്ക് തന്ന ലിസ്റ്റിലുണ്ടായിരുന്നത് ഒന്നും ലൈവ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല. ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോയി. അയാൾ പണ്ടം പണയം വെച്ചത് മുക്കുവണ്ടമായി പോയതിൻ്റെ പേരിലൊരു കേസുണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ എപ്പോഴോ CI മനോജായിട്ടുള്ളൊരു പ്രശ്നത്തിൽ പുള്ളി ഒരു കേസ് എടുത്തതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ വളരെ കൂലിപ്പണിക്കാരനായി ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്ടിൽ അയാളും ഭാര്യയും കൂടി ജീവിക്കുന്ന ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ. അയാളെയാണ്, അങ്ങനത്തെ ആൾക്കാരെയാണ് എനിക്ക് തരാൻ കിട്ടിയത്. ഇതുപോലത്തെ ക്രിമിനലോ ഗുണ്ടകളോ ഈ പറഞ്ഞ 48 പേരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു അഖിൽ എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു. കഞ്ചാവ് വിൽപ്പനക്കാരനെ ഒരു പ്രതിയെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ പോയിട്ട് അഖിൽ പിടിച്ചുകൊണ്ട് വന്നു. വാറണ്ട് പ്രതിയായിരുന്നു. ഈ വാറണ്ട് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം മുഴുവൻ ലോക്കപ്പിൽ പാർപ്പിച്ചു. പിറ്റേ ദിവസം GD ചാർജ് ഞാനാണ്. എന്നോട് CK മനോജ് പറയാണ് രാത്രി വിളിച്ചിട്ട് ഞാൻ ഇയാളെ കോടതിയിലേക്ക് അയച്ചു. കോടതിയിലേക്ക് അയക്കുമ്പോൾ മറ്റ് 2 പ്രതികളെ കൂടി കൊണ്ടുപോകാനുണ്ടായിരുന്നു. ആ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടുമായിട്ട് കിരൺ എന്ന് പറഞ്ഞ പോലീസുകാരനും മറ്റൊരു നിതീഷും കൂടെ പോയി. അവരെ തിരിച്ചയക്കുകയാണ് CK മനോജ് ചെയ്തത്. തിരിച്ചയച്ചിട്ട് രാത്രി എന്നെ വിളിച്ച് പറയുകയാണ് ഇയാളെ ബസ് കയറ്റി വിടാൻ, അടൂര് കൊണ്ടുപോയിട്ട് ബസ് കയറ്റി വിടണം, അടൂരില്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് ബസ് കയറ്റി വിടാനുള്ള സംവിധാനം ചെയ്യണം എന്ന് CI പറയാണ്. ഞാനത് ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ CI വന്നിട്ട് ഇയാളെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അത് കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരു പ്രതിയെ ചെയ്തതാണ്. ആ സംഭവം പിന്നീട് ഞാൻ പുറത്ത് പറയുകയും അതിന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം വരികയും ഇയാൾക്കെതിരെ PR ആവുകയും ചെയ്തു. പക്ഷേ അതിൽ അന്ന് GD ഉണ്ടായിരുന്ന എൻ്റെ മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ അതൊരു ഓറൽ എൻക്വയറി പോലും ആക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നടപടിയാണ് അന്നത്തെ പത്തനംതിട്ട SP സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഈ പോലീസിലെ ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞതിനാണ് എന്നെ സസ്പെൻഡ് ചെയ്തത്. പോലീസിലെ അടിമുടി ബാധിച്ചിട്ടുള്ള ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. അതിൽ പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥരെ കൃത്യമായും അടയാളപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഗുണ്ടാബന്ധമുള്ള, എനിക്ക് നേരിട്ടറിവുള്ള, എനിക്ക് തെളിവ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കുറിച്ച് പറയുണ്ടായി. അതിൽ ഈ 2 വർഷം നേരമായിട്ടും ഒരു അന്വേഷണവും ആ പരാതിയുടെ പുറത്തോ കത്തിൻ്റെ പുറത്തോ ഉണ്ടായിട്ടില്ല. പകരം പിറ്റേ ദിവസം 27-ാം തീയതി ഞാൻ കത്തയച്ചു, 29-ാം തീയതി എന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ അതിൽ ഞാൻ പരാമർശിച്ച ഒരു DYSP പത്തനംതിട്ട ജില്ലയിലെ സബ് ഡിവിഷനുകളിൽ മാറി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ്റെ ട്രാൻസ്ഫർ വന്നപ്പോഴാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പോൾ ഈ കേസ് തന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു DYSP ആണ്. അതായത് DYSPയുടെ താഴെ ഉള്ളവർക്ക് മാത്രമേ ഇപ്പം പോലീസ് ബന്ധം ഈ കുറ്റകൃത്യങ്ങളിലോ ഗുണ്ടകൾക്കോ സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള പോലെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് SP പറഞ്ഞത്. ഈ SP ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു DYSPയെ ആണ്. ഈ DYSPയുടെ താഴെയുള്ളവർക്ക് മാത്രമേ ഇതിൽ ബന്ധമുണ്ടാകുകയുള്ളൂ എന്നുള്ള മുൻവിധിയോടെയാണ് അത്. സത്യത്തിൽ ഒരു ജില്ലയിൽ ഇത്തരത്തിലുള്ള ക്രൈം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നമുക്കറിയാം പത്തനംതിട്ട ജില്ല വളരെ ശാന്തമായിട്ടുള്ളൊരു ജില്ലയാണ്. വലിയ ഒരുപാട് കേസുകളില്ല. പക്ഷെ ഉള്ള കേസുകൾ വളരെ വിചിത്രമായ കേസുകളാണ്. ആംബുലൻസിലെ ബലാത്സംഗം, നരബലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ
ഒരു ജില്ലാ പോലീസ് മേധാവി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവിടുത്തെ സിറ്റുവേഷൻസ് പഠിക്കണം, അവിടുത്തെ ഉദ്യോഗസ്ഥരെ പഠിക്കണം, അവിടുത്തെ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരാണെന്ന് പഠിക്കണം, പ്രധാന ഗുണ്ടകളെ കുറിച്ച് പഠിക്കണം. ഇത്തരം ഒരു പഠനവും ഇല്ലാണ്ട് കാര്യങ്ങൾ നടത്തുന്ന ജില്ലാ പോലീസ് മേധാവി അടക്കം ഇതിന് ഉത്തരവാദികളാണ്. അപ്പോൾ നമ്മളൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ സ്ത്രീക്ക് ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും ആ സ്ത്രീക്കുള്ള നീതി പരിപൂർണമായിട്ട് നീതി കിട്ടില്ല. കാരണം അവരനുഭവിച്ചു കഴിഞ്ഞു. അപ്പം അത് സംഭവിക്കാതിരിക്കാനുള്ള യാതൊരു മുൻകരുതലോ അല്ലെങ്കിൽ അതിനുള്ള സംഭവങ്ങളോ പോലീസിൽ നടക്കുന്നില്ല. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം. ഓക്കെ, ഞാൻ കേൾക്കാം. ശ്രീമതി ധന്യരാമൻ, ഇവിടെ ഇപ്പോൾ ഈ വാർത്തയുടെ തുടർച്ചയിൽ നമ്മളൊരു മാധ്യമപ്രവർത്തക സുഹൃത്ത് ഒരു സ്പായിൽ വിളിച്ച് ചോദിച്ചു. വാർത്തയുടെ ഭാഗമായി വിളിച്ച് ചോദിച്ചപ്പോഴേക്കും അവർ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തനാണെന്ന് പറയാതെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ കാറ്റലോഗ് അയച്ചു കൊടുക്കുന്നുണ്ട്. 3 ഓപ്ഷനാണ്. 1 മസാജ് ഉള്ളി 2500 രൂപ, 2 സിംഗിൾ 3500 രൂപ, 3 ബട്ടർഫ്ലൈ 6000 രൂപയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മസാജ് ഉള്ളി എന്ന് പറഞ്ഞാൽ സാധാരണ മസാജ്, സിംഗിൾ ഒരു പെൺകുട്ടിയുണ്ട്, ബട്ടർഫ്ലൈ 2 പെൺകുട്ടികളുണ്ട്. എങ്ങനെ ഉപയോഗിക്കാം? സ്പായുടെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ പരസ്പര സമ്മത ലൈംഗിക ബന്ധം അതിൻ്റെ നിയമത്തിൻ്റെ അതിർവരമ്പ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മേഖലയിൽ വ്യാപകമായ ചൂഷണമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഉറപ്പിക്കാവുന്ന ഒരുപാട് വിവരങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ട്. ഒരു സ്പായിൽ ഒരു തമ്മാടി കയറി റേപ്പ് ചെയ്യുമ്പോൾ മാത്രം പോലീസ് വരേണ്ട കാര്യമല്ല ഇതൊന്നും. ശ്രീമതി ധന്യരാമൻ. അതെ, ഇവിടെ നമ്മൾ സംരംഭങ്ങൾ കൂട്ടാനല്ല നമ്മൾ നോക്കേണ്ടത്. ഉള്ള സംരംഭങ്ങൾ സുരക്ഷിതമായിട്ട് പോകാനും മനുഷ്യർക്ക് അതിനകത്ത് സുരക്ഷിതമായിട്ട് ജോലി ചെയ്ത് മുൻപോട്ടേക്ക് പോകാനും പറ്റണം. ഏത് തൊഴിൽ മേഖലയായാലും. അത് ഇനി ഇവൻ പോലീസുകാരായാൽ പോലും അവരുടെയും ജീവന് വിലയില്ലേ? ഇങ്ങനെ പോലീസുകാരെ തന്നെ മറ്റുള്ളവരെ കുത്താനും കൊല്ലാനും കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലാണ് ഇപ്പം മനുഷ്യരുടെ കോൺഫിഡൻസ് പോയി. അത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം അത് ഈ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെ മുകളിലിരുന്ന് ഉത്തരവിടുന്നവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ താഴെ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഇപ്പം ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായി പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു, ടൂറിസം മേഖലകളിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ആരെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടോ, ഇതുപോലെ പിന്നെ പരാതിപ്പെടാതിരിക്കുന്നുണ്ടോ? ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത പ്രതി വേറെ 2 കുട്ടികളെ കൂടി റേപ്പ് ചെയ്തിരുന്നു. അതായത് അത് എവിടെയാണ്, ഭോപ്പാൽ അല്ല നമ്മുടെ നാഗാലാൻഡിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്നൊരു കുട്ടിയെയാണ് റേപ്പ് ചെയ്തത്. അവസാനം പേടിച്ചിട്ട് ആ കുട്ടി പഠിത്തം നിർത്തി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതുപോലെ പറയാത്ത എത്ര കേസുകൾ ഉണ്ടാവും. ആര് സുരക്ഷിതത്തോടെ ജീവിക്കുന്നു? ആരും സുരക്ഷിതരല്ല. വീട്ടിനകത്ത് പോലും മനുഷ്യർ സുരക്ഷിതരല്ല. പിന്നെയാണോ ഇനി വെളിയിലും തൊഴിലിടങ്ങളിലും നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവാത്തതുകൊണ്ട് എല്ലാ ഉള്ളവർ ജീവിച്ചിരിക്കുന്നില്ല. അത്രയും ഇത് പിടിച്ചു പറയും, വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പലരും മാനം പേടിച്ച് വെളിയിൽ പറയത്തില്ല. കുറച്ചൊക്കെ ഇങ്ങനെ CCTV വിഷ്വൽസ് വഴി വെളിയിൽ കാണാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയും കേസുകൾ എന്തോരോടെ ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകളുണ്ടെന്ന് അറിയാം. ഈ നിമിഷം പോലും ഈ തിരുവനന്തപുരം നഗരത്തിൽ നടന്ന കേസുകൾ രജിസ്റ്റർ, കാരണം ഭയം കൊണ്ട്. ഇപ്പൊ നമുക്ക് ആ വിക്ടിം അവര് നേരിട്ട് വന്ന് പോലീസിന് മൊഴി കൊടുത്താൽ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മൊഴി കൊടുത്താൽ മാത്രമേ അത് മൊഴിയാവുന്നുള്ളൂ, നിയമ നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അതിന് പോലും ധൈര്യമില്ലാത്ത എന്തോരം മനുഷ്യരുണ്ടെന്ന് അറിയാവോ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാറിനകത്തിട്ട് ഇവിടെ ഒരു കോടതി വളപ്പിൽ, തിരുവനന്തപുരത്ത് ഒരു കോടതി വളപ്പിൽ ഇട്ടിട്ട് ഒരു പെണ്ണിനോട് എത്ര മോശമായിട്ട് പെരുമാ, റേപ്പ് ചെയ്തിട്ട് തന്നെ ഉണ്ട് കാറിനകത്തുന്നത്. ഒച്ച വെച്ച ആൾക്കാർ അറിയുന്നത് ഭയന്നിട്ട് ആ പെണ്ണ് ഇന്നും മാനസിക നില അതിന്റെ ശരിയായിട്ടില്ല. ഒരു മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥയിലോട്ട് ആ പെൺകുട്ടി ആയി പോയിട്ടുണ്ട്. ഇതുപോലെ എന്തോരം മനുഷ്യരോട് ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ? അപ്പൊ കൃത്യമായി ഇത് ഓഡിറ്റ് ചെയ്യപ്പെടണം. ഇതെല്ലാം ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു തിരുവനന്തപുരത്ത് ഒരാളുടെ കാല് വെട്ടിയെറിഞ്ഞു, ഒട്ടകം രാജേഷ് എന്തോന്റെ പേര്. അയാൾ വീണ്ടും ഇറങ്ങി കാലും കൈയും വെട്ടാതിരിക്കാൻ നോക്കേണ്ടത് ഉത്തരവാദിത്വം പൊതുജനത്തിനല്ല, അത് പോലീസിനാണ്. ക്രൈം മാപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ചുമ്മാ വെച്ചിരിക്കുന്നതല്ല. അതിന് പരാജയം ഉണ്ടാകുന്നത് പോലീസിന്റെ പരാജയമാണ്. അത് ചൂണ്ടിക്കാണിച്ചാൽ പോലീസിന്റെ മനോവീര്യം പോകും എന്ന് പറയാമോ? ഈ കാപ്പ കേസില് അങ്ങനെയല്ല, ഈ പോലീസുകാരാണ് ഭയങ്കര റിസ്ക്, അവരുടെ ലൈഫ് തന്നെ റിസ്ക് ആണ്. കാരണം ജോർജ് ജോസഫ്, ഈ സ്പാ എന്ന് പറയുന്ന പ്രതിഭാസം ഇന്നലെ ഒന്നും ഉണ്ടായതല്ല. കൃത്യമായി പറഞ്ഞാൽ ഈ 2013 മുതൽ ഇത് പോലീസിന്റെ റഡാറിലുണ്ട്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ പോൾ മുത്തൂറ്റ് വധത്തിന് ശേഷം കുറച്ചുകൂടി റഡാറിലുണ്ട്. സ്പാ കേന്ദ്രീകരിച്ച ഗുണ്ടാ സംഘങ്ങൾക്ക് പോലീസിന്റെ പിന്തുണ, അവിടെ നിന്ന് കാശൂറ്റൽ, ഒത്താശ, IB റിപ്പോർട്ട്, ക്രൈം മാപ്പിംഗ് ഒക്കെ അന്നേ ഉണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും എന്തോ പുതിയ കാര്യം എന്ന മട്ടിൽ എന്തോ പരിശോധന നോക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ കഥയുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? ഇതൊക്കെ എന്നേക്കെന്നേ ചെയ്യേണ്ടതല്ലേ? ഇത് എത്രയോ നാളുകൊണ്ട് ഇത് കേരളത്തിൽ നടക്കുന്നു. എല്ലാവരും നേരത്തെയൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2000 കാലഘട്ടത്തിലൊക്കെ തായ്ലൻഡിൽ പോകുമായിരുന്നു. അവിടെയാണ് ഈ സ്പായുടെയൊക്കെ കുറച്ച് അനുഭവം കിട്ടുന്നത്.
അതൊക്കെ ഇപ്പോൾ നിർത്തി. ഇവിടെ തന്നെ ഉണ്ടല്ലോ ആയിരക്കണക്കിന് സ്പായ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് മലയാളികൾ ഭൂരിപക്ഷം ആൾക്കാർ പോകുന്നത്. പക്ഷേ ഇത് നിയന്ത്രിക്കുന്നത് ആരാണ്? ഗുണ്ടകളും അതുപോലെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ അനുഭവം നമ്മൾ കണ്ടല്ലോ. അങ്ങനെയുള്ള സ്പായി പോയി ഒരു പെൺകുട്ടി ഇതുപോലെ ക്രൂരമായി കഴുത്തിന് കത്തി വെച്ച് റേപ്പ് ചെയ്താൽ അതിന് ആ ഗുണ്ടയ്ക്ക് അറിയാം അവനെ ഒന്നും ചെയ്യാനൊക്കില്ല, അവൻ ജാമ്യത്തിൽ ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ പല ആൾക്കാർക്കും പ്രോസിക്യൂഷൻ എന്താണെന്ന് അറിയത്തില്ല. ഒരു ഗുണ്ട ഇതുപോലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, 15-ാം ദിവസം ചാർജ് ഷീറ്റ് കൊടുക്കാവുന്നേ. ഇവരതൊന്നും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല താല്പര്യങ്ങളും, അന്വേഷണം വളരെ സ്ലോയിൽ പോവും. 15-ാം ദിവസം 30-ാം ദിവസം എല്ലാ ഗുണ്ടകളുടെ കേസും നമുക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കും. ഈസിയാണ്. നമുക്ക് അതിനകത്ത് ഒരു റേപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ആ പെൺകുട്ടി ഉണ്ടാവും, ഇതുപോലെയുള്ള ആ റേപ്പ് നടന്ന സ്ഥലത്ത് 1-2 സാക്ഷികൾ മതി. എന്തിനാണ് 100,000 ദിവസം ഇത് അന്വേഷിക്കുന്നത്? അങ്ങനെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഓമിയിൽ നിന്നല്ലേ DGP ഇറക്കണം. ഗുണ്ടകൾ ഉൾപ്പെട്ട ഇതുപോലെ കാലുവെട്ടിയവൻ്റെയൊക്കെ അവന് കാലുവെട്ടിയവനൊന്നും ഇനി ജീവിതത്തിൽ മടങ്ങി വരാൻ പാടില്ല. അവൻ ജയിലിൽ തന്നെ അവൻ്റെ വാസമായിരിക്കണം. അത് തീർച്ചയായിട്ടും ഒരു 7 വർഷം മുതൽ 10 വർഷം വരെ കിടക്കുമല്ലോ. അപ്പോൾ അവൻ നിർവീര്യമായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഈസിയായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ പോലീസ് അത് ചെയ്യില്ല. ഇപ്പം നമുക്കറിയാം കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിൽ എന്തുമാത്രം ഫ്ലാറ്റുകൾ പൊങ്ങി, ഇവിടെ ജനസംഖ്യ എന്തുമാത്രം വർദ്ധിച്ചു. പോലീസ് മാത്രമല്ല, ഇല്ലില്ല അത് വിമർശിക്കാതിരിക്കാൻ പറ്റൂല. കാരണം ധന്യ അത് അങ്ങനെയല്ല, ധന്യ ഒരു അങ്ങനെയല്ല. അല്ല ഞാൻ പറഞ്ഞ കേട്ടോ, ചെയ്യുന്നുണ്ട്. പക്ഷെ കോടതികൾ അത് അവർക്ക് വിവരം ഇല്ലാഞ്ഞിട്ടല്ലേ. കാരണം ഒരു 15 ദിവസം 30 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തേ. എന്താ ഇവിടെ നടക്കുന്നത്? അവന് ജാമ്യത്തിൽ പോകുന്നതിന് മുമ്പ് അവൻ്റെ ശിക്ഷ വരും. അത് കോടതിയെ കുറ്റം പറയുന്നത്. കാരണം പ്രോസിക്യൂഷന് നടത്താൻ കേരള പോലീസിന് ഇപ്പം കഴിവുള്ളവരില്ല, വക്കീലന്മാരും ഇല്ല. അവരൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. എനിക്ക് മനസ്സിലാകുന്നില്ല. ഈസി ആയിട്ട് ഒരാളെ ശിക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. 2 പേര് സാക്ഷി പറഞ്ഞാൽ പോരെ കോടതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അത് അറിയാവുന്ന വിവരമുള്ളൂ. ഈ നമ്മുടെ വള്ളിക്കുന്ന് എന്തായാലും അദ്ദേഹം കുറച്ച് സത്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടുത്തെ പല ഡിവൈഎസ്മാരും കുഴയെന്ന് പറയാം. കുഴയാണ് അവന്മാർ. അവർ ഒന്നും ബേസിക്കായിട്ട് പഠിച്ചില്ല. പ്രൊമോഷൻ കിട്ടാനും ഒരു പ്രസിഡന്റ് മെഡൽ അവാർഡും വാങ്ങിക്കാനും അവർക്ക് അവരുടെ പെൻഷൻ കാര്യങ്ങളും അവന് വീട് വെക്കുന്ന കാര്യങ്ങളല്ലാതെ പൊതുജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല ഇവന്മാർക്ക് ആർക്കും. ജോസഫ്, എനിക്ക് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. തെക്ക് നിന്ന് വടക്ക് വരെയുള്ള കാപ്പ കേസുകളിൽ ട്രയൽ കോർട്സ് ശിക്ഷ വിധിക്കുന്നുണ്ട്. പക്ഷേ വിധി വന്ന കേസുകളിൽ, വാദം നടക്കുന്ന കേസുകളിലും എറണാകുളത്തെ ഒരു വക്കീൽ ഓഫീസ് ജാമ്യം വാങ്ങി കൊടുക്കാൻ തയ്യാറായുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഘത്തിൽ എല്ലാവരും ഉണ്ട്. അല്ല, ഇത് പണ്ടും ഉള്ളതാണല്ലോ. ഇപ്പൊ അതിന് ആൾക്കാർ കൂടി നമുക്കൊക്കെ ഞാനൊരു കാര്യം അത് നമ്മൾ അതെന്നാണെന്നറിയോ, അതൊക്കെ നമുക്ക് പല അനുഭവങ്ങൾ. അത് കഴിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മുടെയൊക്കെ കേസിൻ്റെ പേഴ്സൺ അതിപ്പം വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ ശിക്ഷിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ 15-ാം ദിവസം 30-ാം ദിവസം എൻ്റെ കൈ കൊണ്ട് എഴുതിയ ചാർജ് ഷീറ്റ്. അത് പോലീസുകാരുടെ സഹായമല്ല. ഞാൻ SP ആകുന്നിടം വരെ എൻ്റെ കൈ കൊണ്ടാണ് ചാർജ് ഷീറ്റ് എഴുതുന്നത്. അതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോടതി കൃത്യമായിട്ട് പോകണം. ഈ ഗുണ്ടകളെ അവിടെ കോടതിയുടെ ട്രയൽ നടക്കുമ്പം ആ ചാർജ് ഷീറ്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. എല്ലാ സാക്ഷികളും വിസ്തരിക്കുമ്പോൾ അതിൽ പ്രസൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോടതി ശിക്ഷിച്ചിരിക്കും. കാരണം അവിടെ പോലീസ് ഓഫീസറെ പ്രസൻറ്റ് ഉണ്ടെങ്കിൽ സാക്ഷികൾക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവും. അല്ലാതെ ഈ രീതിയിലൊന്നും പോയാൽ ഒരു പെർസെൻറ്റേജ് ഇതുപോലെയുള്ള ഗുണ്ടകളുടെ പെർസെൻറ്റേജ് 1% പോലും കേരളത്തിലില്ല. ഇപ്പം തന്നെ ഗുണ്ടകൾക്ക് എല്ലാവർക്കും അറിയാം, പോലീസ് പലർക്കും പണം അവർ കൊടുക്കുന്നുണ്ട്. അവൻ ഈ ക്രൂരകൃത്യം ചെയ്തിട്ട് അവൻ വീട്ടിൽ പോയി ഇരിക്കുകയാണ്. അവൻ ഒളിച്ചു പോകുന്നില്ല. അബിൻ എന്ന് പറഞ്ഞ ഗുണ്ട അവൻ ഒളിച്ചു പോകുന്നില്ല. മരണം അബിൻ എങ്ങാണ്ട് അവനെ വിളിക്കുന്നത്. അവൻ ഒളിച്ചു പോകുന്നത്. അവൻ പട്ടി അഴിച്ചുവിട്ട് നിൽക്കുകയാണ്. ആ പോലീസുകാർക്ക് പലർക്കും പരിക്കേൽക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നടത്തുന്ന അക്രമം പരിക്കേൽക്കുന്നുണ്ട്. ഈ ഗുണ്ടകളെയൊക്കെ കൺട്രോൾ ചെയ്യും. അതെ. അപ്പോൾ അത് വളരെ അത് ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു ജില്ലാ SP ഒരു IPS കിട്ടിയെന്ന് വെച്ചാൽ അയാൾക്ക് ഒന്നും അറിഞ്ഞുകൂടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്രോസിക്യൂഷന് നമ്മൾ എഫക്റ്റായിട്ട് നടത്തണം. കോടതിയിൽ പോയി എല്ലാ കേസിൻ്റെ ട്രയൽ പങ്കെടുക്കുകയും സാക്ഷികൾ എങ്ങനെയാണ് മൊഴി കൊടുക്കുന്നത് ഇത് പഠിക്കണം. അല്ലാതെ ചുമ്മാ വായിച്ചു പഠിച്ചുകൊണ്ടോ ഒരു തിയറിറ്റിക്കലായിട്ട് ഒന്നും നടക്കത്തില്ല. പ്രായോഗിക പരിജ്ഞാനം വേണം. കോടതിയുടെ ഓരോ അവിടെ മൊഴി കൊടുക്കുമ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രസൻ്റ് ആയിരിക്കണം. 3 പേർ 4-5 സാക്ഷികൾ ഒരു ദിവസം വിസ്തരിക്കും കോടതിക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. പക്ഷേ കോടതിക്ക് ശിക്ഷയുള്ള മെറ്റീരിയൽ കൊടുക്കണ്ടേ? അതിങ്ങനെ ഈ രാഷ്ട്രീയം കളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളം പേര് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് വള്ളിക്കുന്നിനെ പോലെയുള്ളവരൊക്കെ ഇവിടുന്ന് ഔട്ടാവും. അങ്ങനെയുള്ള സത്യവും നീതിക്ക് വേണ്ടി നിൽക്കുന്നവർ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പല DYSPമാരും അവർ മാസവരി വാങ്ങിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്.
അത് എൻ്റെ അടുത്ത് പലർക്കും വൈരാഗ്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് വിളിച്ച് പറയാതിരിക്കാൻ ഒക്കില്ല. നമുക്ക് സമൂഹം കൈവിട്ടും തന്നെ ഞാൻ പറയുന്ന അനുഭവത്തിൽ തന്നെ അറിയാം. ഇവിടുത്തെ ഓരോ ഫ്ലാറ്റിലും അവിടുത്തെ കൺസ്ട്രക്ഷന് ഗുണ്ടയില്ലാതെ നടക്കില്ല കേരളത്തിൽ. അത് ഓരോ സ്ഥലത്ത് ഇവരുടെ ഒരു പ്രസൻസ്, ഇവൻ അവിടെ വന്ന് ചുറ്റുമുള്ളവർ സ്ഥലം കൊടുക്കാൻ കഴിവില്ലാത്തവർ, അവരുടെ ചെറ്റ വീടിനകത്ത് കിടക്കുന്നവരാണെങ്കിൽ ഇവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവൻ അവിടെ നിൽക്കും. എന്താ കൊടുത്തുകൂടെ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവുള്ളൂ. 1 ലക്ഷം 5 ലക്ഷം വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും. പിന്നെ അവിടെ ഒരു പ്രശ്നവുമില്ല, ഈസിയായിട്ട് എല്ലാവരും സ്ഥലവും കൊടുക്കും. കാരണം ഇവൻ നാളെ വെട്ടിക്കൊല്ലും, അല്ല കാല് വെട്ടൂല്ലേ. അതല്ലേ അനുഭവം. അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റ് പണിയുന്ന കേരളത്തിൽ എല്ലായിടത്തും നിരവധി ഫ്ലാറ്റ് ഉയരുന്നുണ്ട്. അവിടെ എല്ലാം ഗുണ്ടകൾ തഴച്ചു വളരുകയാണ്. ഫ്ലാറ്റ് പണിയുന്നവർ മാസം ഗുണ്ടകൾ പൈസ കൊടുക്കുന്നത് എനിക്കറിയാം. എത്ര പേരുണ്ട് തിരുവനന്തപുരത്ത് ഗുണ്ടകൾ ഇതുപോലെ പൈസ വാങ്ങി? ഒരു പണിയില്ല, വെള്ളവടിയും ഡ്രഗ്സ് കടത്തും, സ്ത്രീകളെ പീഡിപ്പീരും, അങ്ങനെ നടക്കുന്ന ഗാങ്ങാണ്. അവർക്ക് ശിക്ഷ കിട്ടൂല എന്നറിയാം. ഇതിനകത്ത് ശരി, ഞാനങ്ങനെയൊക്കെ എത്താം. ഞാനങ്ങനെയൊക്കെ എത്താം. തിരുവനന്തപുരം മേയർ ശ്രീ വി രാജേഷ് ചേരുന്നു. ശ്രീ വി രാജേഷ്, ഇതിൽ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ആദ്യ നടപടിക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങേക്ക് അഭിനന്ദനങ്ങൾ ആദ്യം. ഇന്നിപ്പോൾ ഒരു സ്പാ അവിടെ പൂട്ടി എന്ന് കേൾക്കുന്നു. എന്താണ് അവിടെ ഉണ്ടായെന്ന് വിശദീകരിക്കാമോ? അത് ഹെൽത്ത് സ്ക്വാഡ് ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെയുള്ള വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ തിരുവനന്തപുരത്തും പോലീസിൽ നിന്നും അനധികൃതമായ സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്, പലയിടത്തും ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടുള്ള വിവരം ഇന്നലെ രാത്രി തന്നെ ലഭിച്ചു. ഇന്ന് രാവിലെ തന്നെ ഞായറാഴ്ചയായിട്ടും കോർപ്പറേഷൻ സെക്രട്ടറിയോട് അത്തരം ലൈസൻസ് കൊടുത്ത ആൾക്കാരെ പരിശോധിക്കാൻ പറഞ്ഞതിനിടയ്ക്കാണ് ടെലിഫോണിലൂടെ ഇത്ര ഒരു കംപ്ലൈന്റ് വന്നത്. ഇങ്ങനെ ഇന്നലെ ഇപ്പോൾ റെയ്ഡ് നടന്ന സ്പായിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത, ഒരു ടെലിഫോണിക് മെസ്സേജ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരോട് അവിടുത്തെ രേഖകളും കാര്യങ്ങളും പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തു. അപ്പോൾ അവിടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ആക്ഷൻ എടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത നാളെ, ഇപ്പോൾ വർക്കിംഗ് ഡേ അല്ലേ, നാളെ രാവിലെ പരിശോധിച്ചതിന് ശേഷം പറയാം. ശ്രീ വി രാജേഷ്, ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പ്രതിസന്ധി, ഇതിന് കൃത്യമായ ഒരു ഡിമാർക്കേറ്റഡ് നിയമമുണ്ടോ എന്ന കാര്യം അറിയില്ല. കാര്യം ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പ്രകാരം തന്നെയാണ് ഈ സ്പാകളും ജിമ്മുകളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി വികാസത്തിൽ കുറച്ചുകൂടി പുതിയ നിയമങ്ങൾ അതിനുണ്ടാവണം. അത് സമയമെടുക്കുന്നതാണല്ലോ. അപ്പോൾ ഈ പരിശോധനയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാകും എന്നൊരു ധാരണയുണ്ടോ അങ്ങയുടെ പഠനത്തിൽ, ശ്രീ വി രാജേഷ്? തീർച്ചയായും നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടാകുമ്പോഴേക്കും ഏത് പരിധിക്കകത്തു നിന്നുകൊണ്ട് എത്രത്തോളം അതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാകുമോ അക്കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ബാക്കി കാര്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കേണ്ട പോലീസാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയും പുരുഷന്മാരും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിയമത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടും. അതിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല, ഇടപെടാനും പോകുന്നില്ല. പക്ഷേ ഈ ക്രോസ് മസാജിങ് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. അപ്പോ അത് പരിശോധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മസയർ ഉണ്ടാവണം. പിന്നെ കൃത്യമായിട്ടുള്ള ചില സ്പാകളിൽ ഡോക്ടർമാരുടെ നിരീക്ഷണം, അവരുടെ സർവൈലൻസ് ഉണ്ടാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ടെലിഫോണിക് മെസ്സേജ് ഒരു പെൺകുട്ടിയുടെ കംപ്ലൈന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ആക്ട് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം പരിശോധിച്ച ശേഷം പറയാം. ഓക്കെ, താങ്ക് യു ശ്രീ വി രാജേഷ്. ഈ പറയുന്ന ക്രോസ് മസാജിങ്ങും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ എക്സൈസിൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഈ അടുത്തിടെ നടത്തിയ ഒരു റെയ്ഡിൽ തെക്കൻ കേരളത്തിലൊരു സ്പായിൽ നിന്നും ഇതര രാജ്യത്തു നിന്നുള്ള ഫിലിപ്പൈൻസ് ആണെന്നാണ് ഓർമ്മ, ഒന്നും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ ലഹരി കച്ചവടത്തിന് വിധേയമാക്കിയ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു അനുഭവമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഈ കേന്ദ്രങ്ങളുടെ മറവിൽ, ഗുണ്ടാബന്ധത്തിൻ്റെ മറവിൽ, അതിനൊത്താശ ചെയ്യുന്ന പോലീസിൻ്റെ മറവിൽ നടക്കുന്ന ക്രൈമുകളെക്കുറിച്ചുകൂടി വളരെ വിശദമായി അന്വേഷണം ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വെറും പ്രതീക്ഷയാണോ എന്തോ. ശ്രീ മോഹൻ റോയ് ജോർജ് ജോസഫ് സാർ നേരത്തെ പറഞ്ഞത് ക്രൈമിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ധന്യാരാമൻ നേരത്തെ പറഞ്ഞത് അതുതന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന് അന്വേഷണം ഏത് രീതിയിൽ ജാമ്യം കിട്ടാതെ ഇവർക്ക് ശിക്ഷ കൊടുക്കാം എന്നുള്ള കാര്യം. പക്ഷെ ക്രൈം നടക്കാൻ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിനുണ്ടല്ലോ ശ്രീ മോഹൻ റോയ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ അപ്പുറം ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഇപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന ഇയാളുടെ സ്വാധീനങ്ങൾ വിലപ്പോവാതെ വരികയും ഇയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടുകയും ചെയ്യുമെന്ന് വിചാരിക്കൂ. ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതിയാവോ? ഇല്ല. ഈ പെൺകുട്ടി അന്ന് പട്ടാപ്പകൽ സ്പായ്ക്കകത്ത് അനുഭവിച്ച നരകയാതനയ്ക്ക്, അതിനുപയോഗിച്ച ട്രോമയ്ക്ക്, ഇപ്പോഴും അനുഭവിക്കുന്ന കൊടിയ പീഡകൾക്ക് അതിന് പരിഹാരമാവില്ലല്ലോ ശ്രീ മോഹൻ റോയ്. അല്ല, തീർച്ചയായിട്ടും ഇതൊരു കുറ്റകൃത്യത്തിൽ ഒരു അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്വാഭാവികമായിട്ടും അവർക്കെതിരായി കുറ്റകൃത്യം ചെയ്ത ആ വ്യക്തിക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
അത് ആ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിൽ പൊതുവെ ഉണ്ടായിരിക്കുന്ന ഒരു ഭയവും, കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ സാധാരണ ഒരു ഭയം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരത്തിലൊരു കാര്യം ചെയ്തില്ലെങ്കിൽ തങ്ങൾ ഇത്തരത്തിലൊക്കെ ചെയ്തേക്കാമെന്ന് പറയുന്ന ഒരു ഭയം കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ സമൂഹത്തിനും ഈ കുട്ടിയുടെയും ഒരു നീതി നടപ്പാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നിലയിലുണ്ടായ വ്യതിയാനങ്ങൾക്ക് കൃത്യമായ ഒരു ചികിത്സയോ മറ്റോ നടത്തേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നവർക്ക് ധാരാളം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക പ്രതികരണം ഉണ്ടാകാം, കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദുരന്താനന്തര തീവ്ര മാനസിക പ്രതികരണം ഉണ്ടാവാം, ചില പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ചില ചെറിയ വിഷാദരോഗങ്ങൾ ഉൾപ്പെടെ തീവ്രമായ വിഷാദരോഗങ്ങളിലേക്ക് വരെ എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. പിന്നെ സമൂഹവും മറ്റുള്ളവരും ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള ഒരു ഐഡിയ കൊടുത്താൽ മാത്രം പോരാ, അവരെ അങ്ങനെ ചേർത്ത് നിർത്തേണ്ടതുമുണ്ട്. ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള കാര്യവും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബഹുമുഖമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാവണം. ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും ഭർത്താവ് വരെ മരിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് അകം ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാകേണ്ട രീതിയിൽ ഏകോപിപ്പിച്ച ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സംവിധാനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ കീഴിൽ നോക്കുകയാണെങ്കിൽ പല സംവിധാനങ്ങളുടെ കീഴിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഏകോപനം ഉൾപ്പെടെ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഏകോപനത്തിന് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട കമ്മിറ്റികളുണ്ട്. ജില്ലാതലത്തിൽ തന്നെ ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നും വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ഇത് നടപ്പാക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമ്പോൾ സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെയുള്ള ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ സംവിധാനത്തിലെ പല കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ഏകോപനത്തിൻ്റെ ഒരു പ്രശ്നം. അത് ഏകോപനത്തിൻ്റെ പ്രശ്നമെന്ന് പറയുമ്പോൾ വിവിധ വകുപ്പുകൾ വിവിധ ആൾക്കാരുടെ വിവിധ മന്ത്രിമാരുടെ കീഴിലായതുകൊണ്ടാണ്. അത്തരം ഏകോപിപ്പിച്ചിട്ടുള്ള വകുപ്പുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഈ ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, സുമേഷ് വള്ളിക്കുന്ന് ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ്? ഹാഷ്മി, ഒരു കാര്യം പറയാനുണ്ട്. ഹാഷ്മി പറഞ്ഞോ. ഹാഷ്മി, ഈ ഇപ്പം എങ്ങുമില്ലാത്ത രീതിയിൽ 13,380 പോക്സോ കേസുകളാണ്. അതായത് നമ്മുടെ കുട്ടികൾ ഒരു 1.5 വർഷം കൊണ്ട് റേപ്പ് ചെയ്യപ്പെട്ടത് 13,800 പേരാണ്. അത്രയ്ക്കും പോലും നമുക്ക് കുഞ്ഞുങ്ങളെ പോലും സുരക്ഷിതരാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഈ പ്രതികൾക്ക് എവിടെയും സ്പേസ് കൊടുക്കരുത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ ദേവരാജൻ എന്ന് പറയുന്ന ഒരാൾ ജീപ്പ് ഇടിച്ച് തകർക്കുവാണ്. എത്രയായാലും ഒരു പോലീസ് ഒരു മനുഷ്യരെ വിളിക്കുമ്പോൾ 112 വിളിച്ചാൽ ഓടി പോകേണ്ട ജീപ്പാണ്. അങ്ങനെ ഒരു ഗുണ്ടയാണ് കയറി തകർക്കുന്നത്. അപ്പൊ അവർക്ക് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ ഒരുപാട് സ്പേസ് കൊടുക്കുകയാണ്. അവരുടെ ഭാഗത്തുള്ള ഇന്റർവ്യൂ എടുത്തിടുവാണ്. അതുപോലെ പല കേസുകൾ, കൊച്ചിയിലെ ഒരു പഴയ ഗുണ്ടയുടെ ഒരു ഇന്റർവ്യൂ ധാരാളം പരമ്പരയായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയൊന്നും ഒരു പ്രതികൾക്കും നമ്മൾ ഒരു സ്പേസ് കൊടുക്കരുത്. പ്രതികളെ ശരിയാണ്. ഗുണ്ടകളെ അല്ലെങ്കിൽ റീൽ ഇടുന്നവരെ അല്ലെങ്കിൽ മാസ് ആഘോഷമാക്കുന്നവരെ പോലീസിനെ വെല്ലുവിളിക്കുന്ന കാണിക്കുന്നവർക്ക് വലിയ പിന്തുണ കൊടുക്കരുത്, സത്യമാണ്. പക്ഷേ ഈ പറയുന്ന എന്താണ് ഒട്ടകം രാജേഷ് അല്ലേ വേറൊരു പേരുണ്ടായിരുന്നല്ലോ, എന്തോ തെന്നൽ ബിജു എന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഫാനാണ്. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. സുമേഷ് വള്ളിക്കുന്ന്, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗുണ്ട പോലീസ് ബന്ധത്തിന് 1 100 ഇപ്പം മലാപ്പറമ്പിലെ ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസ് താങ്കൾക്ക് നേരിട്ട് അറിവുള്ളതാണ് എൻ്റെ ധാരണ. ഇവിടെ കൊച്ചിയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ട റിട്ടയർ ആകാൻ പോകുന്നതിൻ്റെ തലേദിവസം ഒരു ഡിവൈഎസ്പി അയാളുടെ കള്ളുകൂടി പാർട്ടിക്ക് പോയി അവിടെ റെയ്ഡ് വന്നപ്പോഴേക്ക് ഓടിപ്പോയി കക്കൂസിൽ ഒളിച്ച് നാണക്കേട് നമ്മൾ കണ്ടതാണ്. അവിടെ മംഗലപുരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ അവിടുത്തെ സ്വീപ്പർ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പിരിച്ചുവിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. എത്ര വാർത്ത നമ്മൾ കാണുന്നുണ്ട്. പിന്നെയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പോലീസിൻ്റെ ഒരു നാഥനില്ലാത്തൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് നിൽക്കുമ്പോഴായാലും ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴായാലും മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിമാർക്ക് പോലീസിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ നിർഭാഗ്യവശാൽ നമ്മുടെ ഹോം മിനിസ്റ്റർ പറയുന്നത് പോലീസുകാരുടെ തുടർച്ചയായിട്ടുള്ള ആത്മഹത്യ വന്നപ്പോൾ പോലും അദ്ദേഹം പറയുന്നത് യോഗ ചെയ്താൽ മതി എന്നാണ്. പോലീസുകാരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ യോഗ ചെയ്താൽ തീരുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ പോലീസിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് ധാരണയില്ലാത്ത ഒരു ഇടതുപക്ഷം സർക്കാരുള്ള കേരളത്തിൽ എന്തുകൊണ്ട് പോലീസ് ഇടതുപക്ഷ നിലപാടുകളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യത്വപരമായ നിലപാടുകളിൽ എത്താതെ വരുന്നു? എന്തുകൊണ്ട് അതിൽ മറ്റ് രാഷ്ട്രീയ ചായ്വുകൾ വരുന്നു? ഇതൊക്കെ മനസ്സിലാക്കാനോ അത് നിയന്ത്രിക്കാനോ കേരളത്തിൽ കഴിവുള്ളൊരു ആഭ്യന്തരമന്ത്രി ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം
ഇത് പത്തനംതിട്ടയിലെ മാത്രം അനുഭവമല്ല. ഇപ്പം മംഗലാപുരം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെയാണ്. പല ജില്ലകളിലും ക്രിമിനലുകളായിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് പ്രധാന സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ തന്നെ, ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഒരു ഗുണ്ടയെ പിടിച്ചുകൊണ്ടുവന്നു. ഒരു കൊലപാതക ശ്രമക്കേസിലെ പ്രതിയാണ്. അയാളെ അതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു പോലീസുകാരനെ അടിച്ച സംഭവത്തിൽ അയാളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഒരു 10-25 വയസ്സുള്ള പയ്യനാണ്. അവൻ നിലവിളിക്കുന്നത് ഒരു DYSPയുടെ പേര് വിളിച്ചിട്ട്, അങ്കിളെ എന്ന് വിളിച്ചിട്ട്. ആ അങ്കിള് വരുന്നു, ഇവൻ്റെ കൂടെ വന്നവരെ CI റൂമിലിരുത്തി സംസാരിക്കുന്നു. അന്ന് കേസ് പോലും എടുക്കാണ്ട് ഇയാളെ ഇറക്കി വിടുകയാണ്. അപ്പോൾ പക്ഷേ ആ DYSP ആവട്ടെ ആ ജില്ലയിലെ ആ ജില്ലയിലെ സബ് ഡിവിഷനുകളിൽ മാറി ഭരിക്കുന്നു. പക്ഷെ അയാൾ ഇടതുപക്ഷക്കാരനായതുകൊണ്ടോ അയാൾ പാർട്ടിയുടെ ആളായതുകൊണ്ടോ അല്ല. എന്തുകൊണ്ടാണ് ഈ ക്രിമിനലുകളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പലപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ അഴിമതിയും ആരോപണങ്ങളും കൈക്കൂലി ആരോപണങ്ങളും ഗുണ്ടാബന്ധങ്ങളും ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല. എന്നാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നു. ഒരു പോലീസുകാരൻ ഇപ്പോൾ ഒരു നിരപരാധിയായ ഒരാളെ പോലീസ് പിടിക്കുകയും മാലമോഷണ കേസിൽ പെടുത്തുകയും അയാളുടെ ബിസിനസ് തകർന്ന് അയാളെ വെറുതെ വിട്ട് 14 ലക്ഷം നഷ്ടപരിഹാരം കൊടുത്തു. പോലീസുകാരന് സമയം പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടാണ് മോഹൻ റോയ് സാറിലേക്ക് ഒന്നുകൂടി എത്താൻ നിർവാഹമില്ലാത്തതാണ്. ക്ഷമിക്കണേ സാറേ. 150 രൂപ അടച്ചാൽ 150 രൂപ അടച്ചാൽ പഞ്ചായത്തുകൾ സ്പായുടെ ലൈസൻസ് കൊടുക്കും. ലൈസൻസ് കൊടുക്കുന്ന മോഹൻ റോയ് സാറേ, ചെറിയ വാക്കിൽ പറയാമോ? എന്റെ സമയം കഴിഞ്ഞ, എന്നാൽ ചെറിയ വാക്കിൽ പറയാമോ? ചെറിയ വാക്കിൽ തീർച്ചയായിട്ടും പറയാം. ഉദ്ദേശിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ. 2 രീതിയിലുള്ള ആൾക്കാർ പോലീസിൽ വരുന്നു. ഒന്ന്, വ്യക്തിത്വ പ്രശ്നങ്ങളുമായി പോലീസിൽ വരുന്നവർ. 2, പോലീസിൽ എത്തിയതിനു ശേഷം പ്രശ്നം ഉണ്ടാകുന്നവർ. വ്യക്തിത്വ പ്രശ്നവുമായി പോലീസിൽ വരുന്നവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോലീസിൽ വന്നതിന് ശേഷമാണ് വ്യക്തിത്വ പ്രശ്നം കാണിക്കുന്നതെങ്കിൽ കർശനമായ നിയമ നടപടികൾ വേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോലീസുകാരെ പിരിച്ചുവിട്ടതായിട്ടുണ്ടെങ്കിൽ അത് കേരളമാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇന്ത്യയുടെ കേരള പോലീസിന് ഒരു മേൽ. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോഴും ഈ അതിജീവിതയുടെ യാതന കേൾക്കുമ്പോൾ ഏതെങ്കിലും സ്ത്രീ സംഘടന മുന്നോട്ടേക്ക് വന്നിട്ടില്ല, ഏതെങ്കിലും ഫെമിനിസ്റ്റ് നേതാക്കൾ മുന്നോട്ടേക്ക് വന്നിട്ടില്ല. ഇനി അതിജീവിത മരണ കാര്യത്തിലും പ്രതികരിക്കണമെങ്കിൽ പ്രത്യേക വലിയ യോഗ്യത വേണോ എന്ന കാര്യം അറിയില്ല. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.